NCERT ഹിന്ദി സ്പർശ് എന്ന ബുക്കിലെ 3rd ചാപ്റ്ററായ തും കബ് ജാവോഗെ അതിഥി അതാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ശരത് ജോഷിയാണ്. അതായത് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു അതിഥി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അയാൾ പോവാതെ അവിടെ ഇരിക്കുകയാണ്. അയാൾക്ക് പോവണം എന്ന യാതൊരു ചിന്തയുമില്ല. അവരുടെ ആതിഥ്യ മര്യാദയും സ്വീകരിച്ച് അവിടെ ഇങ്ങനെ കുറേ ദിവസങ്ങൾ അവർക്കൊരു ശല്യം എന്ന രീതിയിൽ തുടരുന്നു. അപ്പം ഈ സുഹൃത്തിന് തോന്നാണ് ഇയാൾക്കൊന്ന് പോയിക്കൂടെ, ഈ അതിഥിക്ക് വീട്ടിൽ നിന്ന് പോയിക്കൂടെ എന്ന് തോന്നുന്നു. ആദ്യത്തെ പോലെ നേരത്തെ ഫസ്റ്റ് വന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫുഡ് നൽകാനും ഒക്കെ സാധിച്ചിരുന്നു. പിന്നീട് അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അതിന് കുറവ് വരുന്നു. അപ്പോൾ സുഹൃത്ത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണ് ഈ അതിഥിക്കൊന്ന് പോയിക്കൂടെ എന്ന് ചിന്തിക്കുന്നു. അതാണ് ഈ ചാപ്റ്റർ. നോക്കാം. തും കബ് ജാവോഗെ അതിഥി, നീ എപ്പോൾ പോകും അതിഥി. आज तुम्हारे आगमन के चतुर्थ दिवस पर यह प्रश्न बार बार मन में घुमड़ रहा है, तुम कब आ जाओगे അതിഥി. ആജ് തുമാരെ ആഗമൻ കെ ചതുർത്ഥ ദിവസ്, ഇന്ന് നിങ്ങൾ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. യഹ് പ്രശ്ൻ ബാർ ബാർ മൻമേ ഘുമഡ് രഹാ ഹെ, എൻ്റെ മനസ്സിലേക്ക് ഈ ചോദ്യം ഇങ്ങനെ ഉയർന്നു വരികയാണ്. തും കബ് ജാവോഗെ അതിഥി, നീ എപ്പോഴാണ് പോകുന്നത് അതിഥി. തും ജഹാ ബൈഠെ നിസ്സങ്കോച് സിഗരറ്റ് കാ ധുവാം ഫേങ്ക് രഹേ ഹോ, നീ ഇവിടെ ഇരുന്നിട്ട് സങ്കോചമില്ലാതെ സിഗരറ്റിന്റെ പുക വിട്ടുകൊണ്ടിരിക്കുന്നു. ഉസ്കെ ടീക്ക് സാമനെ ഏക്ക് കലണ്ടർ ഹെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഒരു കലണ്ടർ ഉണ്ട്. നീ എവിടെ ഇരുന്നാണോ സിഗരറ്റ് പുക വിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കലണ്ടർ ഉണ്ട്. ദേക്ക് രഹോ ഹോന, നീ അത് കാണുന്നില്ലേ. ഇസ്കി താരിഖേം അപ്പനി സീമാമേ നമ്രതാ സേ ഫട്ഫടാത്തി രഹത്തി ഹെ, ഇതിന്റെ ഡേറ്റുകൾ അതിന്റെ സീമ, അതിന്റെ അതിര് ലംഘിച്ചിട്ട് ഡേറ്റ് അതിന്റെ ഓരോ ദിവസം അങ്ങനെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. നമ്രദാസെ ഫട്ഫടാത്തി രഹത്തി ഹെ, അതിന്റെ ഫട്ഫടാത്തി അതങ്ങനെ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിഗത് 2 ദിനോം സെ മേം തുമേ ദിഖാകർ താരിഖേം ബദൽ രഹാ ഹൂം, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നിന്റെ മുന്നിൽ വെച്ചാണ് ഈ ഡേറ്റ് ബദൽ രഹാഹോ മാറ്റിയത്. തും ജാൻതേ ഹോ അഗർ തുമേ ഹിസാബ് ലഗാന ആത്താ ഹെ കി യേ 14 ദിൻ ഹെ, നിനക്കറിയില്ലേ, നിനക്ക് കണക്ക് കൂട്ടാൻ അറിയില്ലേ, ഇത് 4ാമത്തെ ദിവസമാണ്. തുമാരെ സദത് ആദിത്യ കാ 14 ബാരി ദിൻ, അതായത് നിങ്ങൾക്ക് വേണ്ടി ആദിത്യ മര്യാദ ചെയ്തതിന്റെ 4ാമത്തെ ഭാരിച്ച ദിവസം. पर तुम्हारे जाने की कोई സംഭാവന പ്രതീത് നഹി ഹോത്തി, പക്ഷേ നിങ്ങൾ പോവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. लाखों मील लंबी यात्रा करने के बाद वे दोनों एस्ट्रोनॉट्स भी इतने समय चांद पर नहीं रुके थे जितने समय तुम एक छोटी सी यात्रा कर मेरे घर आए हो. लाखों मील लंबी यात्रा करने के बाद, ലക്ഷക്കണക്കിന് മൈൽ നീണ്ട യാത്ര ചെയ്തതിനു ശേഷം പോലും ഇത്രയും സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടാവില്ല. ഇത്തനെ സമയത്തും ഏക്ക് ചോട്ടീസി യാത്രാക്കർ, ഇത്രയും ചെറിയ ഒരു യാത്ര ചെയ്തു വന്നിട്ട് മേരെ ഘർ ആയ ഹോ, നീ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. തും അപ്പനെ ഭാരി ചരൺ കമലോ കി ചാപ്പ്, നീ സ്വന്തം ഭാരിച്ച ചരണ, അതായത് നീ നിന്റെ കാലുകളുടെ
ചാപ്പ് കാലുകളുടെ കാലടി, അതായത് കാലുകളുടെ നിഴൽ. മേരി ജമീൻ പർ അങ്കിത് കർ ചുക്കേ ഹോ, എന്റെ ഭൂമിയിലേക്ക് നീ അങ്കനം ചെയ്തതാണ്. തുമ്നെ ഏക് അന്തരംഗ് നിജി സംബന്ധ് മുझसे സ്ഥാപിത് കർ ലിയ, തുമ്നെ മേരി ആർത്തിക് സീമാओं के बैंगनी चट्टान देखा ली, तुम मेरी काफी मिट्टी गूंथ चुके. तुमने एक अंतरंग निजी संबंध मुझसे स्थापित कर लिया, तुमने मेरी आर्थिक सीमाओं की बेचैनी चट्टान देख ली, तुम मेरी काफी मिट्टी गूंथ चुके. अब तुम लौट जाओ अदिति, तुम्हारे जाने के लिए वह उच्च समय अर्थात हाई टाइम है. क्या तुम्हें तुम्हारे മൃത്യു നിഹി പുക്കാർത്തി, അതായത് നീ എൻ്റെ ഭൂമിയിലേക്ക്, എൻ്റെ സ്ഥലത്തേക്ക് വന്നതാണ്. പക്ഷേ നിന്റെ ആതിഥ്യ മര്യാദ ചെയ്തിട്ട് ഞങ്ങളുടെ ആർത്തിക സീമാവോക്കി വെച്ച് ഞങ്ങളുടെ ധനപരമായിട്ടുള്ള അതിര് ലംഘിച്ചിരിക്കുന്നു. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം തീർന്നു വരികയാണ്. തും മേരി കാഫി മിട്ടി ഗോദ് ചുക്കെ, അബ് തും ലൗട്ട് ജാവോ അതിഥി, എന്നാണ് നനഞ്ഞടം കുഴിക്കാന്നൊക്കെ പറയില്ലേ, കാഫി മിട്ടി ഗോദന പറഞ്ഞാല്. അബ് തും ലൗട്ട് ജാവോ അതിഥി, ഇനി നീ തിരിച്ചു പോവൂ അതിഥി. തുമാരെ ജാനെ കെ ലിയേ ഉച്ച സമയം, നിനക്ക് പോവാനുള്ള നല്ല സമയമാണിത്. അതായത് അർത്ഥാത് ഹൈ ടൈം, നല്ലൊരു ഹൈ ടൈമാണിത് നിനക്ക് പോവാനുള്ള. ക്യാ തുമേ തുമാരി മൃത്യു നിഹി പുകാർത്തി, എന്താ നിന്റെ ഭൂമി, നിന്റെ സ്ഥലം നിന്നെ വിളിക്കുന്നില്ലേ? उस दिन जब तुम जाए थे मेरा हृदय किसी अज्ञात आशंका से धड़क उड़ा था, अंदर ही अंदर कहीं मेरा बटुआ कांप गया. उसके बावजूद एक स्नेह भीगी मुस्कुराहट के साथ मैं तुमसे गले मिला था और मेरी पत्नी ने तुम्हें सादर नमस्ते की थी. तुम्हारे सम्मान में ओ अतिथि, हमने रात के भोजन को एकाएक उच्च मध्यम वर्ग के डिनर में बदल दिया था. तुम्हें स्मरण होगा कि 2 सब्जियों और रायते के अलावा हमने मीठा भी बनाया था. इस सारे उत्साह और लगन के मूल में एक आशा थी कि दूसरे दिन का किसी रेल से एक शानदार मेहमान जी छाप अपने हृदय में ले तुम चले जाओगे. उस दिन जब तुम आए थे मेरा हृदय किसी अज्ञात आशंका से धड़क उड़ा था. ആ ദിവസം എപ്പോഴാണോ നീ വന്നത്, എൻ്റെ ഹൃദയം കിസി അജ്ഞാത ആശങ്കയ്ക്ക്, എന്തോ ഒരു അജ്ഞാതമായ ആശങ്കയാൽ എൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. അന്തർ ഹി അന്തർ കഹി മേരാ ബട്ടുവാ കാം രഹാത, ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ബാവജൂദ് ഏക് സ്നേഹ് ബീഗി മുസ്കുരാട്ട്, അതിൻ്റെ എന്താണ് ഒരു സ്നേഹം നിറഞ്ഞത്, എന്നെ വരവേറ്റത് എങ്ങനെയാണ്, ഏക് സ്നേഹ് ബീഗി മുസ്കുരാട്ട്, സ്നേഹത്തോടെ സ്നേഹം നിറഞ്ഞ ഒരു മുസ്കുരാഹട്ട്, ഒരു പുഞ്ചിരിയോടെ. സാത്ത് മേ തുമ്നെ ഗലെ മില, ഞാൻ നിന്നെ എന്താണ് പുണർന്നു, കെട്ടിപ്പിടിച്ചിട്ടാണ് നിന്നെ ഞാൻ സ്വീകരിച്ചു. और मेरी पत्नी ने तुम्हें सादर नमस्ते की, എൻ്റെ ഭാര്യ നിന്നെ നമസ്കരിച്ചു. तुम्हारे सम्मान में ओ अतिथि, हमने रात के भोजन को एकाएक उच्च मध्यम वर्ग की डिनर में बदल दिया. ഞങ്ങളുടെ രാത്രി ഭക്ഷണം എക്കായൊക്കെ പെട്ടെന്ന് നിങ്ങൾ വന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ രാത്രി ഭക്ഷണം ഉച്ച മധ്യം വർഗത്തിന്റെ ഡിന്നറിലേക്ക് ഞങ്ങൾ മാറ്റി. തുമേ സ്മരൺ ഹോഗാ കി 2 സബ്ജിയാം
और रायते के अलावा हमने मीठा भी बनाया था. तुम्हें स्मरण होगा, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ദോ സബ്ജിയാം और रायते के अलावा, दो സബ്ജിയും റായത്തയും കൂടാതെ തന്നെ हमने मीठा भी बनाया, ഞങ്ങൾ നിങ്ങൾക്ക് മീഠ മധുരം കൂടി നൽകി. इस सारे उत्साह और लगन के मूल में एक आशा थी. इस सारे उत्साह और लगन के मूल में एक आशा थी कि दूसरे दिन किसी रेल से एक शानदार मेहमान नवाजी की छाप अपने हृदय में ले तुम चले जाओगे. ഇങ്ങനെയൊക്കെ നിനക്ക് നൽകുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ദൂസരെ ദിൻ കിസി, 2 ദിവസം കഴിഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു റെയിൽഗാഡിയിൽ കയറിയിട്ട് നല്ലൊരു അതിഥിന്റെ രൂപത്തിൽ ഇവിടെ നിന്നും പോകും. ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ലൊരു അതിഥി എന്ന രൂപം അവശേഷിപ്പിച്ചുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഹം തുംസെ രുക്കനെ കെ ലിയെ ആഗ്രഹ കരേംഗെ മഗർ തും നഹി മാനോगे और एक अच्छे अतिथि की तरह चला जाओगे. हम तुमसे रुकने के लिए आग्रह करेंगे. ഞങ്ങൾ നിങ്ങളോട് താമസിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കും. മഗർ തും നഹി മാനോगे, പക്ഷേ നീ അതൊരിക്കലും അംഗീകരിക്കരുത്. और एक अच्छे अतिथि की तरह चले जाओगे, ഒരു നല്ല അതിഥിയായിട്ട് അവിടെ നിന്ന് പോവുകയാണ് വേണ്ടത്. അതായത് കുറച്ച് ദിവസം കൂടെ നിന്നോളൂ എന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുമെങ്കിലും ഇല്ല, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അതിഥിയായിട്ട് തിരിച്ചു പോവണം. पर ऐसा नहीं हुआ, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. दूसरे दिन भी तुम अपनी अतिथि സുലഭ് മുസ്കാൻ ലിയെ घर में ही बने रहे. പക്ഷെ രണ്ടാമത്തെ ദിവസവും നീ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയായിട്ട് തന്നെ തുടർന്നു. हमने अपनी पीड़ा पी ली और പ്രസന്ന ബനെ രഹെ. ഞങ്ങൾ ഉള്ളിൽ വേദന സഹിച്ചിട്ടും പുറത്ത് ഞങ്ങൾ പ്രസന്നരായിട്ടിരുന്നു, സന്തോഷവാന്മാരായിട്ടിരുന്നു. സ്വാഗത സത്കാർ കെ ജിസ് ഉച്ച ബിന്ദു पर हम तुमने ले जा चुके थे. സ്വാഗത സൽക്കാരത്തിന്റെ ഉന്നതിയിലേക്ക് ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. वहां से नीचे उधर हमने फिर दोपहर के भोजन को लंच की गरिमा प्रदान की. അവിടെ ഞങ്ങൾ अपने फिर के दोपहर के भोजन, ഉച്ചക്കലത്തെ ഭോജനം കൂടാതെ ഞങ്ങൾ രാത്രി ലഞ്ച് ഗരിമ പ്രദാൻ കി, ലഞ്ചും ഞങ്ങൾ പ്രദാനം ചെയ്തു. രാത്രി കോ തുമേ സിനിമ ദിഖായ, അത് മാത്രമല്ല രാത്രിയിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി സിനിമ കാണിച്ചു. ഹമാരെ സത്കാർ കാ യഹ് ആഖിരി ചോർ ഹെ, ഇത് ഞങ്ങളുടെ സൽക്കാരത്തിന്റെ അവസാന ഊഴമാണ്. ജിസ്സെ ആകെ ഹം കിസി കെ ലിയെ നഹി ബഡെ, आगे हम किसी के लिए नहीं बढ़े. इसके तुरंत बाद भावभीनी विदाई का वह बीगा हुआ क्षण आ जाना चाहिए था, जब तुम विदा होते और हम तुम्हें स्टेशन तक छोड़ने जाते, पर तुमने ऐसा नहीं किया. इसके तुरंत बाद भावभीनी विदाई का वह बीगा हुआ क्षण आ जाना चाहिए था. തുരന്ത് ബാദ്, ഇസ്കെ തുരന്ത് ബാദ്, ഇതിന് ശേഷം നീ യാത്ര പോകുന്നതിന്റെ, ജാനാ ചാഹിയത ജബ് തും വിദാ ഹോനെ കി തും, പക്ഷേ ഇതിന് ശേഷം നീ യാത്ര എവിടുന്ന് എന്താണ് പറയാ, യാത്ര പറഞ്ഞു പോകും, സ്വന്തം നാട്ടിലേക്ക് യാത്ര പറഞ്ഞു പോകും എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ജബ് തും വിദാ ഹോത്തെ और हम तुम्हें സ്റ്റേഷൻ തക്ക് ചോടനെ ജാത്തെ, എപ്പോഴാണോ നീ ഞങ്ങളോട് വിട പറയുന്നത് ആ സമയത്ത് ഞങ്ങൾ സ്റ്റേഷൻ വരെ വന്നിട്ട് നിന്നെ അവിടെ സ്റ്റേഷനിൽ വിട്ടിട്ട് പോരാം. पर तुमने ऐसा नहीं किया, പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്തില്ല. तीसरे दिन की सुबह तुमने मुझसे कहा मैं धोबी को कपड़े देना चाहता हूँ. മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞു, मैं धोबी को कपड़े देना चाहता हूँ. तुमने मुझसे, നീ എന്നോട് പറഞ്ഞു, ഞാൻ ധോബിക്ക് കപ്പടെ ദേന, വസ്ത്രം അലക്കാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. യഹ് ആഘാത് അപ്രത്യാശിത और इसकी चोट मार्मिक थी. ഈ ആഘാതം
പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മുറിവ് മാർമികവുമായിരുന്നു. തുമാരെ സാമീപിക്ക് വേള എക്കായക്ക് യോം റബർ കി തര ഗിഞ്ച് ജായേഗി. തുമാരെ സാമീപിക്ക് വേള, നിന്റെ കൂടെയുള്ള, എന്താണ് പറയാ, നിന്റെ സാമീപ്യമുള്ള ആ സമയം, എക്കായക്ക് യോം റബർ കി തര ഗിഞ്ച് ജായേഗി, പെട്ടെന്ന് റബ്ബർ പോലെ വലിയുന്നതായി. ഇസ്കാ മുझे അനുമാൻ നദ, പഹലി ബാർ മുझे ലഗാ कि आदि सदैव देवता नहीं होता, वह मानव और दौड़े अंशों में രാക്ഷസ भी हो सकता है. इसका मुझे അനുമാൻ നദ, അതിന് എനിക്ക് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പഹലി ബാർ മുझे ലഗാ कि, ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് തോന്നി. അതിഥി സദൈവ് ദേവത നഹി ഹോത്ത, അതിഥി എല്ലായ്പ്പോഴും ദേവതയായിട്ടിരിക്കില്ല. അതായത് അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയാ, അതുകൊണ്ടാണ് ദേവതയായിട്ടിരിക്കുന്നില്ല അതിഥി എന്ന് പറഞ്ഞത്. വഹ് മാനവ് ഓർ ദോടെ അംശോമേ രാക്ഷസ് ബി ഹോ സക്താ ഹെ, അവൻ മനുഷ്യൻ തന്നെയാണ്. പിന്നെ ദോടെ അംശോമേ, ചെറിയൊരു അംശത്തിൽ പറയുകയാണെങ്കിൽ, വഹ് രാക്ഷസ് ബി ഹോ സക്താ ഹെ, അവൻ രാക്ഷസനാണ്.